നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാൻ ഗൈഡൻസിലും ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മെമ്പർഷിപ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചാനലിൽ. സോ മെമ്പർഷിപ്പിൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഗൈഡൻസിൽ കണ്ടെങ്കിൽ ഐ എം സോറി ടോ. ഓക്കെ, അത് സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ. മെമ്പർഷിപ്പിൽ ഉദ്ദേശിക്കുന്നത് ഞാൻ തൽക്കാലം നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഒരു വീക്ക്ലി 1-2 വീഡിയോസ് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടുള്ള റീഡിംഗ് പോലെ ഇടും ഞാൻ. അത് എന്ത് ടോപ്പിക് ആയിരിക്കും എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ നോക്കട്ടെ. മെമ്പേഴ്സിൻ്റെ എനിക്ക് ആ മെമ്പർഷിപ്പിൻ്റെ സെക്ഷൻ തന്നെ എങ്ങനെയാണ് നോക്കട്ടെന്നൊക്കെ ഞാൻ ഒന്ന് പഠിച്ചു വരണേ ഉള്ളൂ. ഈ ഒരു ആദ്യത്തെ ഒരാഴ്ച എനിക്കൊരു സാവകാശം തരണേ. കാരണം എനിക്കും അതിൻ്റെ അറിയില്ല, സത്യം പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ടില്ല. സോ ഇനി അത് പഠിച്ചു വന്നിട്ട് വേണം ഞാനും. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പം ഞാൻ എന്തായാലും നിങ്ങൾക്ക് പക്ഷേ എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾക്ക് മോട്ടിവേഷൻ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ്റെ മെത്തേഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല സ്പെഷ്യലായിട്ട് എനിക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എല്ലാം ഞാൻ അതിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കും. അതിലിട്ടത് കാര്യങ്ങൾ നിങ്ങൾ കാര്യമൊന്നും ആക്കണ്ട. ഓക്കെ, എന്തായാലും എന്നെ കൊണ്ട് സാധിക്കുന്നത് ഞാൻ ചെയ്തു തരും. ഓക്കെ, അതിലിട്ടത് എന്തായിരുന്നു? ഇപ്പോൾ പോസ്റ്റ് എന്തോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഐ തിങ്ക് മാനിഫെസ്റ്റേഷൻ്റെ പോസ്റ്റുകൾ, അഫർമേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഒരു വീഡിയോ ആണോ സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെ എന്തോ ആണ് ഞാനതിൽ എഴുതിയിട്ടുള്ളത്. പക്ഷെ അങ്ങനെയൊന്നൊന്നുമില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന എന്തും ഞാൻ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. ഒരു എക്സ്ട്രാ 2 ആഴ്ചയിൽ 1-2 വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പ്ലസ് നിങ്ങൾക്കൊരു മാനിഫെസ്റ്റേഷൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഡെയിലി ഗൈഡൻസ് ആയിട്ട്, നിങ്ങൾക്കൊരു മോട്ടിവേഷനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ അതിൽ ഷെയർ ചെയ്യും. ഓക്കെ, താല്പര്യമുള്ളവർ ചെക്കൗട്ട് ചെയ്യുക. മുന്നോട്ട് പോകുന്തോറും ഞാനിതിനെ പേഴ്സണൽ റീഡിങ്ങിന് പകരം, അതായത് നിങ്ങൾക്ക് ലൈവ് ക്വസ്റ്റ്യൻ ചോദിക്കാനോ ലൈവ് ചാറ്റ് ചെയ്യാനോ നമ്മൾക്ക് ആ ഒരു തരത്തിലുള്ള ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യും. അതിപ്പോഴല്ല, നെക്സ്റ്റ് മന്ത് കഴിഞ്ഞിട്ടായിരിക്കും അതും കൂടി ഞാൻ ആഡ് ചെയ്യും. പക്ഷേ ഇതിപ്പോൾ ജസ്റ്റ് ഒരു ബേസിക് ലെവൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. എനിക്കൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഇതെന്താണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക്, കാരണം ഞാൻ പേഴ്സണൽ റീഡിങ്സ് ആയിട്ട് എടുക്കുന്നതിന് പകരം ഇതാവുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് എത്താനും സാധിക്കും എന്ന് വിചാരിക്കണം, എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം മുന്നോട്ട് പോകുമ്പോൾ. ഓക്കെ അല്ലേ, വർക്കൗട്ട് ചെയ്യുന്നില്ല തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ നിർത്തും. എനിവേ ഇറ്റ്സ് ഓക്കെ. എല്ലാം ഒരു ട്രയൽ നമ്മൾ ശ്രമിച്ചു നോക്കുമ്പോഴല്ലേ നമുക്കറിയാം അല്ലേ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിങ് ഞാൻ എടുക്കാൻ പോകുന്നത് എന്തായിരുന്നു ഫസ്റ്റ് എൻ്റെ മനസ്സിൽ? സ്ട്രിങ്സ്. ഓക്കെ, എന്തായാലും പേഴ്സൻ്റെ മനസ്സിൽ ഡീപ്പായിട്ട് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അവർ ഡീപ്പായിട്ട് നിങ്ങളോട് ശരിക്കും നമ്മൾ പറയില്ലേ, അവരുടെ ഒരു സോളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോട് എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ പുറമേ കാണിക്കുന്നതല്ല. ഓക്കെ, പക്ഷെ ഡീപ്പായിട്ട് മൈൻഡിൻ്റെ ഉള്ളിൽ, മനസ്സിൻ്റെ ഉള്ളിൽ അവർക്ക് നിങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്ന രീതിക്ക് തന്നെ എംപറർ. ഓക്കെ, 6 of Wands, Princess of Wands, ചില കാർഡ്സ് ഞാൻ മറക്കുന്നുണ്ട് എനിക്ക്. ഹെർമിറ്റ്, 8 of Wands. ഓക്കെ, Knight of Cups ഉണ്ട് ഇവിടെ. വാവ്, oh my god. ഓക്കെ, ഡെത്ത്, King of Pentacles. ഓക്കെ, ഇന്നലെ വന്ന ഒരുവിധ അതേ റീഡിങ് വരുന്ന പോലെയുണ്ട്. 6 of Swords. ഓക്കെ, ഗുഡ്. Lovers. My God. ഒരു കാർഡ് കൂടി എന്താണ്? 9 of Swords. എടുക്കാതിരിക്കാൻ നിർത്തിയില്ല, എനിക്ക് അത്ര നല്ല കാർഡ്സ് ആണ്. King of Cups ആണ് ഇവിടെ. Princess of Swords. ഓക്കെ, ഇവിടെ കുറച്ച് പേർക്ക് നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ വന്ന് കാണാം. ഓക്കെ, ബട്ട് ഇവിടെ അതൊരു സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ അതൊരിക്കലും നിങ്ങൾക്കൊരു, ഐ തിങ്ക് ഇന്നലെ വന്ന റീഡിങ്ങിൻ്റെ കണ്ടിന്യൂഷൻ പോലെയുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു ടവർ മൂവ്മെൻറ്റ് കാണുന്നുണ്ട് ഇവിടെ. എനിക്ക് ടവർ ഉണ്ട്, ആക്ച്വലി ഡെത്തും ഉണ്ട്. സോ നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ച, സെപ്പറേഷൻ എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്ക് വന്ന് കാണാം, പ്രശ്നം വന്ന് കാണാം. സോറി, വയ്ക്കാം. എന്താ അതെങ്ങനെയാണ് വെക്കേണ്ടത് നോക്കി. ഓക്കെ, ഫൈൻ. ഇതിൽ 2 of Cups ഉണ്ട്, Knight of Cups ഉണ്ട്, ആൻഡ് Chariot ഉണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ലവേഴ്സും ഉണ്ടായിരുന്നു. നമുക്ക് ലവേഴ്സ് കാർഡ് ഇവിടെ ഉണ്ട്. സോ വളരെ ബ്യൂട്ടിഫുൾ റീഡിംഗ് ആണ് ഇവിടെ എനിക്ക് ഓൾറെഡി കാണുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, മനസ്സിൻ്റെ ഡീപ്പ് ഫീലിങ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത്രയും, പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും നിങ്ങളോടുള്ള ഒരു സ്നേഹമാണ് എനിക്ക് കാണുന്നത്. ഇതൊക്കെ ഈ റീഡിങ്സ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതെല്ലാവരും ഇപ്പോൾ ലോകത്ത് മുഴുവൻ എല്ലാവർക്കും എന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെയല്ല. ബട്ട് നിങ്ങളിത് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ, ഈ ടാരോ റീഡിംഗ് എന്ന് പറഞ്ഞൊരു സംഭവത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ
എവിടെയോ ഇതൊരു സ്പിരിച്വൽ ടൂളാണ്. ഓക്കെ, ഇതൊരു എവിടെയോ എന്നല്ല, ഇതൊരു സ്പിരിച്വൽ ടൂൾ തന്നെയാണ്. കാരണം ഞാനിത് ടാരോ പഠിപ്പിക്കുമ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ്. ലൈക്ക് ഞാൻ ശരിക്കും ഓരോ കാർഡും ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാനത് ജീവിച്ചു എന്ന് പറയാം. ആ ഓരോ കാർഡിൻ്റെയും എനർജി എൻ്റെ ലൈഫിൽ നടന്നു. അങ്ങനെയായിരുന്നു. ഞാൻ ക്ലാസ്സിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളോട്. അത്രയ്ക്ക് എനിക്ക് ഇപ്പോൾ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ഡീപ്പായിട്ട് പറയാം. ഞാൻ ഓരോ കാർഡും പഠിപ്പിക്കുമ്പോൾ ആ കാർഡിൻ്റെ എനർജി എൻ്റെ ജീവിതത്തിൽ നടന്നു. അങ്ങനെയായിരുന്നു. ഈ ഒരു 6 മാസം, കഴിഞ്ഞ ഒരു 6 മാസം, ഞാൻ ജനുവരി ഫെബ്രുവരി കഴിഞ്ഞിട്ടാണ് ഞാൻ ക്ലാസ് തുടങ്ങിയത്. ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ, ഓൾമോസ്റ്റ് ജസ്റ്റ് കഴിഞ്ഞു എന്ന് വിളിക്കാം, അത്രയേ ഉള്ളൂ. ഇനി കുറച്ചൊക്കെ ബാക്കി ഉണ്ടല്ലോ. ഓക്കെ, അത്രയും സമയം എടുത്തു എനിക്ക്. ബിക്കോസ് ഞാൻ ഓരോ കാർഡും ഞാൻ അതിൻ്റെ ഒപ്പം ഞാൻ ജീവിച്ചു പോയി എന്ന രീതിക്കാണ്. ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് അറിയാം എന്തായിരുന്നു എന്നുള്ളത്. ബട്ട് ഞാൻ പഠിപ്പിക്കുകയും കൂടി ചെയ്ത സമയത്ത് ശരിക്കും ഞാനത് ഗോ ത്രൂ ചെയ്തു. അതിൽ ഓരോ കാർഡും, എംപറർ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ 2 ഓഫ് കപ്സിൻ്റെ, ലവേഴ്സിൻ്റെ, അല്ലെങ്കിൽ ഓരോന്നും ആക്ച്വലി എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചു. ഓക്കെ, ഞാൻ ശരിക്കും അന്നാൾ ആ ഓരോ ദിവസവും ഞാൻ ഓരോ കാർഡ് പഠിപ്പിക്കുമ്പോൾ ആ ഓരോ ദിവസത്തിലും അതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് ഞാൻ ഇതിൻ്റെ എനർജീസ് എല്ലാം ഞാൻ അനുഭവിച്ചു. അപ്പം ഞാൻ അത്രയും ഞാൻ നിങ്ങളോടേതായിട്ട് പറയാണ്, ഇതൊരു വെറും ഒരു കാർഡായിട്ട് നിങ്ങൾ കാണരുത്. ഓക്കെ, ഇത് നിങ്ങൾ ശരിക്കും നിങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതെവിടെയോ നിങ്ങളെ യൂണിവേഴ്സായിട്ട് നിങ്ങൾ എത്തിക്കുന്നത് തന്നെയാണ്. ആ ഒരു എനർജി കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ എത്തുന്നത്. ആൻഡ് ഇതിൻ്റെ എനർജീസ് നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും ഇത് മാച്ച് ആവും. കാരണം നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മൾ പറയും സ്നേഹമുണ്ട്, അവർക്ക് റിലേഷൻഷിപ്സ് ഉണ്ട്, പലതും ഉണ്ട് എന്നൊക്കെ പറയും. ബട്ട് അത് എല്ലാവരും ഇതുപോലെയാണോ എന്ന് ചോദിച്ചാൽ അല്ല, ആയിരിക്കില്ല. ഓക്കെ, മേ ബി ഒരു 25%, 50% വേണേൽ പിടിച്ചോളൂ. ഓക്കെ, മേ ബി ഓക്കെ. ബട്ട് ഇവിടെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഈ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിച്ചോളൂ. നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ എല്ലാമല്ല പറയുന്നത്, ഞാൻ ചിലവർ കാർമിക് ഉണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല. ഓക്കെ, ഒരല്പം കാർമിക്കിൻ്റെ ഒരു ഇത് വരാം, എലമെന്റ് വരാം കുറച്ച് പേർക്ക്. അത് നിങ്ങളെ പഠിപ്പിക്കാൻ കൂടി ചില സമയത്ത് വരും. ഓക്കെ, ബട്ട് ഇവിടെ മെജോറിറ്റി നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സോൾമേറ്റ് കണക്ഷൻസ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ അത്രയും ഡീപ്പ് കണക്ഷൻസ് ആയിരിക്കും. ഓക്കെ, ഞാനിത് പറയുന്നത് അവസാനം എനിവേ നിങ്ങൾക്കത് നല്ലതായിരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കണം. എന്തായാലും ഇവിടെ അങ്ങനത്തെ ഒരു സോൾമേറ്റ് ഡീപ്പ് കണക്ഷൻ ആണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എനിക്ക് കാണുന്നത്. പേഴ്സൻ്റെ മനസ്സിൽ അവർ എന്ത് പുറമേ കാണിച്ചോട്ടെ, ഓക്കെ, അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഫീലിങ്സ് വളരെയധികം ജെനുവിൻ ആയിട്ട് നിങ്ങളോടുണ്ട്. എവിടെയോ നമ്മൾ പറയില്ലേ, മേ ബി അവർക്ക് തന്നെ തിരിച്ചറിയുന്നുണ്ടാവില്ല. അതാണ് ഒരു പ്രശ്നം. ഓക്കെ, പലപ്പോഴും അവർക്ക് തന്നെ തിരിച്ചറിയില്ല, അവർക്ക് തന്നെ മനസ്സിലാവില്ല അത് എന്തൊരു ബന്ധമാണെന്നുള്ളത്. കാരണം നിങ്ങൾ ഇവിടെ സ്പിരിച്വലായി നിങ്ങൾ ഇതിലേക്ക് എത്തിയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അവർക്കത് മനസ്സിലാവില്ല. അവർ പറയും ഇതെന്താ ഒരാളോട് ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ തോന്നാൻ. അപ്പോൾ അവരതിനെ തട്ടിമാറ്റും, അല്ലേ? അവർ പറയും ഇതൊക്കെ ചുമ്മാ തോന്നലാണ്, ഇതൊക്കെ വെറുതെയാണ് എന്ന രീതിക്ക് അവരതിനെ തട്ടിമാറ്റും. അവരൊരിക്കലും ഈ സോൾമേറ്റ് എന്താണ്, അല്ലെങ്കിൽ ഒരു അത്രത്തോളം ആ ഒരു പാസ്റ്റ് ലൈഫ്, പൂർവ്വജന്മത്തെ കണക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അവർ അതിൽ വിശ്വസിക്കാൻ തയ്യാറാവില്ല. നിങ്ങൾ ഈ ഒരു സ്പിരിച്വൽ വേൾഡിലേക്ക് വന്നതുകൊണ്ട് നിങ്ങൾക്കിത് മനസ്സിലാവും. ഓക്കെ, ആൻഡ് ഇവിടെ കാണുന്ന നിങ്ങളുടെ പേഴ്സണ് വളരെയധികം നിങ്ങളോട് സ്നേഹം എന്ന് തന്നെയാണ്. റിലേഷൻഷിപ്പിൽ നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് അവർക്ക് ആഗ്രഹം. ഓക്കെ, അതൊക്കെ പറയാം. എനിവേ ഇവിടെ മെയിൻ ആയിട്ട് കാണുന്നത് യെസ്, നിങ്ങൾ തമ്മിൽ ആദ്യം ഒരു സെപ്പറേഷൻ്റെ ഒരു എനർജി ഉണ്ട് എനിക്കിവിടെ. ബട്ട് ഇവിടെ ഹെർമിറ്റും ഉണ്ട്. സോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് നിങ്ങളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല. ഓക്കെ, അത് ഉറപ്പിച്ച് വിശ്വസിച്ചോളൂ. കാരണം അവരുടെ ലൈഫിൽ മേ ബി അവർ തന്നെ തിരിച്ചറിയില്ല. അതാണ് ഇവിടെ പ്രശ്നം. ഞാൻ പറഞ്ഞു, അവർക്ക് പോലും അത് തിരിച്ചറിയില്ല. ഓക്കെ, നമുക്കത് മനസ്സിലാക്കാം എന്ന് മാത്രം. ബട്ട് അവർ അത് സമ്മതിക്കണമെന്നോ അവർക്കത് മനസ്സിലാവണമെന്നോ നിർബന്ധമില്ല. എംപററാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഒന്ന് ഈഗോ എന്ന് പറഞ്ഞാൽ മാത്രമല്ല, നിങ്ങളുടെ പേഴ്സൺ അവർ പറയും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, ഈ സോൾമേറ്റ് ഇങ്ങനത്തെ ഒന്നുമില്ല. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ സൊസൈറ്റിയുടെ ആ ഒരു റൂൾസിൻ്റെ ഉള്ളിൽ നിന്ന് നിൽക്കണം, ഇഷ്ടമൊക്കെ തോന്നും, ശരിയാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് അതിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ ഇല്ലേ എന്നൊക്കെ കൂടുതൽ മറ്റുള്ളവരെന്ത് പറയും, എന്താവും എന്നൊക്കെ ചിന്തിക്കുന്ന ടൈപ്പാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അവർ ലോകം എന്ത് പറയും, ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര അത്രത്തോളം ഒരാളോട് അറ്റാച്ച്മെന്റ് തോന്നുന്നു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ എന്നെ ചിലപ്പോൾ കളിയാക്കും. അവരെന്നെ പറയും നീ എന്താ ഇങ്ങനെ പറയുന്നത് എന്ന രീതിക്ക് ചിലപ്പോൾ അവർ പറയും. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന, മറ്റുള്ളവരെ കുറിച്ച്, സൊസൈറ്റിയെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്ന വ്യക്തികളാണ്. ഓക്കെ, അല്ലാതെ അവരുടെ ഉള്ളിലെ ഡീപ്പ് ഫീലിങ്സ് അവർ തന്നെ തിരിച്ചറിയാനോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനോ അവർ തയ്യാറല്ല. ഓക്കെ, അത് ആദ്യം തന്നെ എംപറർ വന്നപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ആൻസർ കിട്ടി. ബട്ട് അറ്റ് ദ സെയിം ടൈം ഓക്കെ, അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് വളരെ ഡീപ്പാണ്. അവർക്ക് അത് മാറ്റി വെക്കാൻ സാധിക്കില്ല. ഓക്കെ, അവരെന്ത് തന്നെ ശ്രമിച്ചാലും ശരി, അവർക്ക് നിങ്ങളെ വിട്ടുപോകാൻ സാധിക്കില്ല. ഇവിടെ 6 of Wands ആണ് ഒരു നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ അവർക്ക് ശരിക്കും ഒരു വിക്ടറി എന്ന രീതിക്ക്, അതായത് നമ്മൾ പറയില്ലേ ഒരു അത്രയും ജയിച്ചു ഞാൻ എന്ന് തോന്നില്ല, എന്തോ നേടി എന്നൊരു തോന്നലൊക്കെയാണ്.
പ്രിൻസസ് ഓഫ് വോൺസ് ആൻഡ് ഹെർമിറ്റ് ഉണ്ട്. സോ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളോട് ഈ ഫീലിങ്സ് ഒക്കെ പറയണം എന്ന് ആഗ്രഹമുണ്ട്, പാഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. 8 ഓഫ് വോൺസും ആണ്, ഫാസ്റ്റ് മൂവിങ് എനർജിയാണ്. നിങ്ങളെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യണം, നിങ്ങളോട് സംസാരിക്കണം, എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് വരണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ചാരിറ്റും ഉണ്ട്, മൂവ്മെന്റ്, ട്രാവൽ എന്ന രീതിക്കാണ്. സോ കുറച്ച് പേർക്ക് ട്രാവലിന്റെ കാര്യമായിരിക്കാം, കുറച്ച് പേർക്ക് മുന്നോട്ട് പോകുന്ന റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്ന കാര്യം, റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളായിരിക്കാം. സോ അങ്ങനെ അവരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കാര്യങ്ങൾ പറയണം, സംസാരിക്കണം, എല്ലാം വ്യക്തമായിട്ട് പറയണം, അങ്ങനെയൊക്കെ അവരുടെ മനസ്സിലുണ്ട്. നിങ്ങളോട് സംസാരിക്കാതിരിക്കാനൊന്നും അവർക്ക് സാധിക്കുന്നില്ല. ഓക്കെ, അത്രയും ഉള്ളിൽ ഫീലിങ്സ് വെച്ചിട്ടാണ് നടക്കുന്നത്. ബട്ട് എന്താന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് നിങ്ങളുടെ അടുത്ത് അവർ നിൽക്കുമ്പോൾ അഗെയിൻ എംപററും ഉണ്ട്, കിങ് ഓഫ് പെന്റിക്കിൾസും ഉണ്ട്. സോ ഇവിടെ കാണുന്നത് മേ ബി അവർക്ക് കുറച്ച് പേർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവാം ലൈഫിൽ. ഓക്കെ, ഇവിടെ എംപററും ഇതും പറയുന്നത് നമ്മളൊരു ഫാമിലി പേഴ്സൺ, അതിപ്പോൾ ഹസ്ബൻഡായാലും വൈഫായാലും അല്ലെങ്കിൽ അച്ഛനമ്മമാർ, അങ്ങനെ എന്ത് വേണമെങ്കിൽ എടുത്തോളൂ. സോ അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന രീതിക്ക് കാണുന്നുണ്ട് കുറച്ച് പേർക്ക്. അതുമായിരിക്കും അവർക്ക് തടസ്സം ഫീൽ ചെയ്യുന്നത്. മേ ബി അതുകൊണ്ട് അവർ നമ്മൾ പറയില്ലേ റൊമാൻറ്റിക് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. ഓക്കെ, ഇവിടെ കുറച്ച് പേർക്ക് 6 ഓഫ് സോർട്സ് ഉണ്ട് ഇവിടെ ആൻഡ് 9 ഓഫ് സോർട്സ്. അവർ എവിടെയോ ഒരു പീസ് ആഗ്രഹിക്കുന്നുണ്ട്, ഇപ്പോൾ സമാധാനം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നുണ്ടെങ്കിലും അവർക്ക് അറിയാം എന്നിട്ട് നിങ്ങളാണ് അവർ സമാധാനം. ഓക്കെ, അവർക്ക് എപ്പോഴും ഒരു സ്ട്രെസ്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ അവർ ഐ തിങ്ക് ഒരുപാട് സ്ട്രെസ് ചെയ്യുന്നുണ്ട്, അവർ വിഷമിക്കുന്നുണ്ട്, ടെൻഷനുണ്ട്, രാത്രി ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്, രാത്രി പോലും ഉറങ്ങാൻ പറ്റാതെയൊക്കെ അവർ ഇത് ആലോചിച്ച് അവർ മീൻസ് പകലൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഓക്കെ, ഇങ്ങനെ നിൽക്കും എംപററായിട്ടും അല്ലെങ്കിൽ കിങ് ഓഫ് പെന്റിക്കിൾസ്. അതായത് ഞാൻ എൻ്റെ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി, ഫാമിലിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു, എല്ലാവരെയും മുമ്പിൽ ഞാൻ വളരെ ഇതായിട്ട് നടക്കുന്നു, എല്ലാം ഉണ്ടാവും. ഓക്കെ, ബട്ട് രാത്രിയാവുമ്പോൾ ഓവർ തിങ്കിങ്ങിലേക്ക് പോവാം, വളരെ നിങ്ങളെക്കുറിച്ച് ഓർക്കുക, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ ഓർമ്മ വരിക, അതൊക്കെ അവരുടെ മനസ്സിലിട്ട് ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 6 ഓഫ് സോർട്സ് ഉണ്ട്. സോ മുന്നോട്ട് പീസ്ഫുൾ ആയിട്ട് പോകാൻ ശ്രമിക്കുക. ഒന്ന് മേ ബി അവരായിട്ട് തന്നെ ഒന്ന് സമാധാനപ്പെടാൻ ശ്രമിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് മുന്നോട്ടൊരു പീസ്ഫുൾ ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട് എന്നും പറയാം. ഇവിടെ വേറെന്തായിരുന്നു ഞാൻ നേരത്തെ പറയുന്നത്? ഓക്കെ, 2 ഓഫ് കപ്സ് ആൻഡ് ലവേഴ്സ് ആണ്. അവരുടെ ഡീപ്പ് ഫീലിങ്സ് നമുക്ക് പറയേണ്ട യാതൊരു ഒന്നും ഇവിടെ പറയാനില്ല. ആൻഡ് നൈറ്റ് ഓഫ് കപ്സ് ആണ്. നൈറ്റ് ഓഫ് കപ്സ് ഒക്കെ നമ്മൾ പറയുമ്പോൾ ഇവിടെ വളരെ ജെനുവൻ ആയിട്ടുള്ള ഒരു ഇഷ്ടം എന്നാണ് പറയാം. എനിക്ക് ലവേഴ്സും 2 ഓഫ് കപ്സും പറയുമ്പോൾ തന്നെ നമുക്ക് പോസിറ്റീവ് സോൾമേറ്റ് കണക്ഷൻ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് വന്നു, ഡബിൾ കൺഫർമേഷൻ വന്നിരിക്കും. ആൻഡ് ഇവിടെ ചാരിറ്റേഴ്സ് മുന്നോട്ട് അവർ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ്. അവിടെ കിങ് ഓഫ് കപ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞ കിങ് ഓഫ് പെന്റിക്കിൾസ് ആൻഡ് എംപറർ എന്ന് വെച്ചാൽ വളരെ പുറമേ കാണിക്കുന്നതൊക്കെ ഞാൻ വലിയ സൊസൈറ്റിയുടെ മുമ്പിലൊക്കെ ഞാൻ വളരെ മാന്യമായ ഒരു വ്യക്തി, എൻ്റെ ലൈഫിലെല്ലാം പെർഫെക്റ്റ് ആണ്, ഞാൻ എൻ്റെ ഫാമിലി നന്നായി നോക്കും, എൻ്റെ ഫാമിലിയിൽ ഞങ്ങളെല്ലാവരും ഹാപ്പി, അങ്ങനെ ആ രീതിക്കൊക്കെയുള്ള കാര്യങ്ങളാണ് കാണിക്കുക. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് ഫീലിങ്സ് ആണ്. ഓക്കെ, ഇമോഷണൽ ആയിട്ടുള്ള ഫീലിങ്സ് ആണ് കാണുന്നത്, പക്ഷെ ഇത് പുറത്ത് കാണിക്കുന്നില്ല. എംപറർ എന്ന് പറയുമ്പോൾ ഒരു ഈഗോവും പറയും, ഈഗോ മാത്രമല്ല എല്ലാം മറച്ചു വെക്കുന്ന ഒരു സ്വഭാവം കൂടി പറയും നമ്മൾ. ഓക്കെ, ഒന്നും തുറന്ന് എക്സ്പ്രസ് ചെയ്യില്ല എന്ന്. കിങ് ഓഫ് കപ്സും അതേപോലെയാണ്, ആക്ച്വലി തുറന്ന് എക്സ്പ്രസ് ചെയ്യില്ല, അതാണ് ഒരു പ്രശ്നം. ഓക്കെ, അപ്പം നിങ്ങൾ തമ്മിൽ ഇപ്പം എന്തെങ്കിലും അകൽച്ച ഉണ്ടെങ്കിൽ തന്നെ അത് ആക്ച്വലി ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ സമയമാണ്. മേ ബി നിങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പേഴ്സണെ റിയലൈസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ അവരുടെ ഉള്ളിൽ എത്രത്തോളം ഉണ്ട് എന്നവർ ഒന്ന് മനസ്സിലാക്കും. നിങ്ങൾ അങ്ങനെ മാറി നിൽക്കുമ്പോൾ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ടെങ്കിൽ അപ്പോഴാണ് അവർ തിരിച്ചറിയുക എന്നാണ് കാണുന്നത്. എനിക്ക് ഡീപ്പ് ഫീലിങ്സിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇഷ്ടവും സ്നേഹവും നിങ്ങൾ തമ്മിൽ ആ ഒരു കണക്ഷൻ, ഡീപ്പ് കണക്ഷൻ തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഇതൊന്ന് മാറ്റി വിട്ടേക്കാം. ഇതിൽ ഒരു കാർമിക്കും നമ്മുടെ സോൾമേറ്റും തമ്മിൽ ഒരു ചെറിയ ഡിഫറൻസ് ഞാൻ ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു തീർക്കാം. ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ പിന്നെ ഇത് കാർമിക് എന്ന് പറയുമ്പോൾ കാർമിക്കും സോൾമേറ്റും അല്ലെങ്കിൽ ഇങ്ങനത്തെ ട്വിൻ ഫ്ലെയിംസ് ഒക്കെ തമ്മിൽ ഒരു ചെറിയ ഡിഫറൻസ് ആണെന്ന് പറയാം. അതായത് കാർമിക്കിൻ്റെ ആവുമ്പോൾ നിങ്ങൾ അതിലിങ്ങനെ വേദന അനുഭവിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങൾക്ക് ഒരു സന്തോഷമോ സമാധാനമോ നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല. ഓക്കെ, അത് നിങ്ങളെ കൂടുതൽ 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 താഴ്ത്തിക്ക് വലിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, നിങ്ങളെ ഉയർത്തില്ല ആ ഒരു ബന്ധം. കാർമിക് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതിൽ പെട്ട് ഇങ്ങനെ നിങ്ങൾ ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നല്ലത് നടക്കില്ല. ഓക്കെ, നിങ്ങൾ വളരെ മോശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക നിങ്ങൾ തന്നെ. ഓക്കെ, ബട്ട് അതേ സാധനം ഇപ്പോൾ ഒരു ട്വിൻ ഫ്ലെയിം ആണ് അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിലെന്താ വ്യത്യാസം വരിക എന്ന് വെച്ചാൽ അതിൽ കാർമിക് പീരിയഡ്സ് വരും, സമയം വരും, കുറച്ച് കാർമിക് ആയിട്ടുള്ള നമ്മൾ തമ്മിലൊരു കോൺട്രാക്ട് എന്തെങ്കിലും ഉണ്ടാവും, നമുക്ക് എന്തെങ്കിലും ഒരു പാഠം പഠിക്കാനുണ്ട് എന്ന രീതിക്കായിരിക്കും. ആ പാഠം പഠിക്കുന്നത് അത് പഠിച്ച് നമ്മൾ ആക്ച്വലി മുന്നോട്ട് പോകും. ഓക്കെ, അതായത് നമ്മൾ കോൺഫിഡൻ്റ് ആയിക്കൊണ്ടിരിക്കും, സ്പിരിച്വൽ ആയിക്കൊണ്ടിരിക്കും, നിങ്ങൾ തന്നെ ബെറ്റർ ആയിക്കൊണ്ടിരിക്കും, നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. സങ്കടങ്ങൾ ഉണ്ടാവും ഉള്ളിൽ, ഇല്ല എന്നല്ല പറയുന്നത്. ഓക്കെ, സങ്കടമോ വിഷമോ കാര്യങ്ങളോ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും, ഞാൻ മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല,
ഞാനിപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയി, ഞാനിപ്പോൾ വളരെ ബോൾഡായി, ഞാൻ എൻ്റെ ലൈഫ് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി. എനിക്ക് വിഷമങ്ങളുണ്ട്, ഈ പേഴ്സൺ ഇല്ലാത്ത വിഷമമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചില കാര്യങ്ങൾ എന്നെ വേദനിപ്പിക്കുന്നുണ്ട്, വിഷമങ്ങൾ എനിക്കുണ്ട്. ബട്ട് ഞാൻ എൻ്റെ ലൈഫിനെ എനിക്ക് കുറെ കൂടി എന്തൊക്കെയോ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുകൂടി നിങ്ങൾക്ക് തോന്നും. സോ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നാണ്. ഇതൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്ന്. വേദനകൾ ഉണ്ടാവും, ഇല്ല എന്നല്ല, പക്ഷെ അതിലും നിങ്ങൾ എന്തെങ്കിലും നേടിയിട്ടും ഉണ്ടാവും. ആലോചിച്ച് നോക്കിക്കോളൂ, നിങ്ങളുടെ ലൈഫ് മാറിയിട്ടുണ്ടോ? അതാണ് നിങ്ങൾക്ക് ഈ കാർമിക്കും നിങ്ങൾ ഈ വേറെ നല്ല ബന്ധമാണോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനുള്ള ഏറ്റവും വലിയൊരു മെത്തേഡ്. ഓക്കെ, ഒറക്കിൾ കാർഡ്സ് കൂടെ എടുത്തേക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുള്ള കാര്യം. മൈ ലവ് ഫോർ യു ഇസ് എൻഡ്ലെസ്. മൈ ലവ് ഫോർ യു ഇസ് എൻഡ്ലെസ് എന്നാണ് പറയുന്നത്. ഓക്കെ, എൻ്റെ അവസാനിക്കാത്ത സ്നേഹമാണ് എനിക്ക് എന്നാണ് പറയുന്നത്. വിത്ത് യു ഐ ഫീൽ പ്രൊട്ടക്റ്റഡ് ആൻഡ് ചെറിഷ്ഡ്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ അവർ വളരെയധികം പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു, കെയറിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. അവരെ നിങ്ങൾ ഒരുപാട് ലൈക്ക് അവരെന്നെ സ്വയം ചെറിഷ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല, ഒരാൾ നമ്മളെ അത്രത്തോളം സ്നേഹിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നില്ലേ, അതുപോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്താ പറയുന്നത്. ഐ എം ലോസ്റ്റ് ഇൻ ദിസ് അൺസർട്ടനിറ്റി. യെസ്, അവർക്ക് കൺഫ്യൂഷൻ ഉണ്ട് ലേശം, ഇല്ല എന്നല്ല, ഞാൻ പറഞ്ഞില്ലേ. അവർ സ്വയം ഇത് അക്സെപ്റ്റ് ചെയ്യാൻ തരാം. അവർ വിചാരിക്കും ഇത് എന്താണ്, ഇങ്ങനൊരു ബന്ധം ഉണ്ടോ, എത്ര ശ്രമിച്ചാലും അവർക്കും വിട്ടുപോകാൻ സാധിക്കില്ല. എനിക്ക് ഇടയ്ക്കൊന്ന് അകലും, എന്നാലും പിന്നെയും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. സോ അവർക്കും മനസ്സിലാവുന്നില്ല ഇത് എന്താ നടക്കുന്നത്, അവർക്ക് പോലും മനസ്സിലാവില്ല. പിന്നെ പോലത്തെ അവരുടെ ലൈഫിൻ്റെ കാര്യങ്ങളും ആയിരിക്കും കേട്ടോ. ഓക്കെ, ഫോർഗിവ് വാട്ട് യു ഡിഡ്ന്റ് നോ യു ആർ സ്റ്റിൽ ലേണിംഗ്. ഓക്കെ, ഇവിടെ ഇത് നിങ്ങൾക്കുള്ള അഡ്വൈസ് ആയിട്ട് എടുക്കാം. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അവനവനെ മാപ്പ് കൊടുക്കുക. കാരണം നിങ്ങളും നിങ്ങളും ചെറിയ തെറ്റുകളോ വലുതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരായാലും ഓക്കെ അവരെയും മാപ്പ് കൊടുത്തേക്കുക. ബിക്കോസ് അവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതായത് എല്ലാവരും നിങ്ങളായാലും അവരായാലും ഇപ്പോൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ സിറ്റുവേഷനും നമ്മൾ ഓരോന്ന് പഠിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. സോ ചില മിസ്റ്റേക്സ് ഒക്കെ വന്നു പോകും അല്ലേ, അപ്പം അത് മാപ്പ് കൊടുത്തേക്കാം എന്നാ പറയുന്നത്. നിങ്ങളെ അവനവനെ ആയാലും പേഴ്സണെ ആയാലും. ഐ ട്രസ്റ്റഡ് യു ആൻഡ് ഇറ്റ് ബ്രോക്ക് മീ. ഇത് ഐ തിങ്ക് ഇത് പേഴ്സൻ്റെ ഭാഗത്തുനിന്നല്ല, ഐ തിങ്ക് ഇത് നിങ്ങളുടെ ഭാഗത്തുനിന്നായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ട്രസ്റ്റ് നിങ്ങൾ ബ്രേക്ക് ചെയ്തു ഏതെങ്കിലും തരത്തിൽ എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്കായിരിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഫീലിംഗ് ആയിരിക്കും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത് കാണാം. ഓക്കെ, അവർ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ഒന്ന് ചീറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അങ്ങനെ വല്ല സിറ്റുവേഷൻ വന്ന് കാണാം. ഓക്കെ, ആൻഡ് പെയിൻ ഫേഡ്സ് ബട്ട് ലവ് ടീച്ചേഴ്സ്. ഞാൻ എന്താ പറഞ്ഞേ? ഓക്കെ, നിങ്ങൾ തമ്മിലുള്ളത് ആ പെയിൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്, നിങ്ങളെ കൂടുതൽ ബോൾഡ് ആക്കുകയാണ് ചെയ്യുന്നത്, നിങ്ങളെ കൂടുതൽ സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഒരു സോൾമേറ്റ് കണക്ഷൻ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നമ്മുടെ ഡീപ്പ് ലവ് ആകുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ കാർമിക് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പഠിക്കില്ല. മീൻസ് അതിൽ പുറത്തു വരാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഒരുപാട് ബുദ്ധിമുട്ടാണ്. എളുപ്പത്തിലൊന്നും സാധിക്കില്ല, ചിലപ്പോൾ ജന്മങ്ങൾ എടുത്തേക്കാം അല്ലേ. ഈ ലവ് ഇസ് മൈ സേഫ് പ്ലേസ്. ഞാൻ പറഞ്ഞില്ലേ, പേഴ്സണിനെ ആക്ച്വലി നിങ്ങളുടെ കൂടെയാണ് വളരെ എപ്പോഴും ഒരു ഹാപ്പിനെസ്സും സന്തോഷവും ശാന്തമായിട്ടും ഒക്കെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളാണ് അവരെ സേഫ് പ്ലേസ് എന്ന് പറയുന്നത്. അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലേ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരാം, നിങ്ങളോട് കാര്യങ്ങൾ പറയാം, ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ ഒരു പീസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന പോലെയാണ്. ഓക്കെ, ലെറ്റ്സ് റീറൈറ്റ് അവർ ലവ് സ്റ്റോറി ടുഗെദർ. നിങ്ങൾ തമ്മിൽ എങ്ങാനും ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ വീണ്ടും നമ്മുടെ ലവ് സ്റ്റോറി എഴുതി തുടങ്ങാം എന്നാണ് പറയുന്നത് ഇവിടെ. ഓക്കെ, വീണ്ടും എഴുതാം അല്ലേ. വാട്ട് വൺസ് ബേൺഡ് ബ്രൈറ്റ്ലി നൗ ഫീൽസ് ഡിം. ഓക്കെ, മേ ബി നിങ്ങൾ തമ്മിൽ അകൽച്ചയുടെ കാര്യമായിരിക്കും ഇത്. ഒരല്പം ഒരു അകൽച്ചയുടെ എനർജി ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ മുമ്പ് ഭയങ്കര പാഷനായിട്ടൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചൊരു ഡൗൺ പീരീഡ് ആയിരിക്കാം. ലവ് ടേക്സ് എഫേർട്ട് ഫ്രം ബോത്ത് ഓഫ് അസ്. ഓക്കെ, ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം എന്ന് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണും മനസ്സിലാക്കുന്നുണ്ട് ദാറ്റ് എപ്പോഴും ഒരു ഭാഗത്തുനിന്ന് എഫേർട്ട് മാത്രം പോരാ എന്ന് അവരുകൂടി പഠിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ യെസ്, ഇവിടെ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്. ബട്ട് അതിൽ നിന്ന് പേഴ്സൻ്റെ ഏറ്റവും വലിയ ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള ലവ് ഇസ് അവർക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്നത് എൻഡ്ലെസ് ആണ് എന്നാണ് പറയുന്നത്. ആൻഡ് അവരെ മനസ്സിലാക്കുന്നുണ്ട്, അവർ ചില മാറ്റങ്ങൾ വരുത്താനുണ്ട് എന്നുള്ളത്. സോ ഐ ഹോപ്പ് എത്രയും വേഗം എല്ലാം ബെറ്റർ ആയിട്ട് വരട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഓക്കെ, നന്ദി, നമസ്കാരം.